പോയിച്ചാന്ന് നിനക്ക് എന്തൊക്കെ അറിയണം. ഇനിയും കൊറേ കഥയുണ്ടേ. സൂപ്പർ സ്റ്റോറീസ് ഗൗരി. പക്ഷെ നേരത്തെ പറഞ്ഞാലും ഭയങ്കര വിറ്റായിരുന്നു കേട്ടാ. ഇനിയുണ്ട് കൊറേ. അമ്പാടിയാനാടി ആടി വർണ്ണമല്ല വർണ്ണ വരവ് നോക്ക്. ഇത് കയ്യത്തെ കാലം വെച്ച് ഇവിടെ വന്നിട്ട് അടങ്ങിയൊതുക്കി അകത്തിരുന്നൂടി. അതെങ്ങനെ അടങ്ങിയോതി ഇരിക്കൂലല്ലോ. ചുമ്മാ അങ്ങ് എങ്ങോട്ടെങ്കിലും തെണ്ടി തിരിഞ്ഞ് നടക്കണം. ശീലമായിപ്പോയി. ഞാൻ തന്നെ തിരിഞ്ഞു നടക്കണേ. ഇപ്പൊ നിങ്ങൾ എവിടെയാണോ തന്നെ തിരിഞ്ഞിട്ട് വരുന്നേ? நாங்க பொருள் வாங்க போனோம். நான் போறேன்னு சொன்னப்ப இவங்க கூட வரேன்னு சொன்னாங்க. എന്നിട്ട് പൊരുളൊക്കെ വാങ്ങിയ வாங்கினோம். എന്നിട്ട് ജോളിയാ വന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. പിന്നെ എന്താണ് എല്ലാരും കൂടെ വളഞ്ഞു കൂടിയെന്നൊരു സംസാരം? എവിടെ പോയതാ? ഞാൻ ചുമ്മാ അങ്ങോട്ട് പോകാൻ പോയത്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള പണി, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അത് തന്നെ, ചുമ്മാ ലച്ചു കുഴിപ്പള്ളത്ത് പോകല്ലേ, എന്നിട്ട് ചുമ്മാ ഇങ്ങനെ വരൂലേ, അതുപോലെ തന്നെ ഉള്ളൂ ഇതും. രണ്ടുപേർക്ക് ഒരു പണിയൊന്നും ഇല്ലല്ലേ. ഏയ് നിങ്ങൾ എന്തായാലും പോയതോ പോയി. ഒന്ന് ചോദിച്ചിട്ട് പോരണ്ടോ? ആരുടെ അടുത്ത് ചോദിച്ചിട്ട് പോവാൻ? അല്ല ലച്ചുവേ, ഇവിടെ ഉള്ള ഒരേ ഒരു ആൺതരി അവനല്ലേ, അപ്പൊ അവൻ്റെ എന്തെങ്കിലും ചോദിക്കാൻ പറയാ വേണ്ടേ? ആൺതരിയാ? അവനെക്കാളും മൂത്ത പെൺതരിയാണ് ഞങ്ങള്. അതുകൊണ്ട് ചോദിച്ചിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതന്നെ, അവനോട് ചോദിക്കേണ്ട യാതൊരു കാര്യമില്ല. എടാ കേശു, നീ അവര് പറഞ്ഞ കേട്ടോ അടങ്ങി ഒതുങ്ങി അതിനകത്തിരുന്നോ, അവരെല്ലാം തീരുമാനിച്ചോളും കേട്ടാ. கேசு, நீ எவ்வளவு நேரமா நிக்கிற? உனக்கு கால் வலிக்காதா? உள்ள போ கேசு. അതൊരു പോടാ. പറഞ്ഞിട്ടില്ല കേരപ്പെടാത്ത്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. എന്റെ പൊന്നു വാസ്യങ്ങളെ, ഞാൻ അകത്ത് പിടിച്ചിരുത്തിയതാ. എന്റെ കണ്ണേറ്റപ്പത്തേക്ക് ഇറങ്ങിപ്പോയി. ചേട്ടാ അതോ ഇരിക്കേട്ടാ. എടാ കേരപ്പോടാ, കൊച്ചു പറഞ്ഞ കേട്ടില്ലടാ. കൊച്ചു കുട്ടികളെ പറഞ്ഞാലും നീ കേൾക്കണം, അതും പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച്. ഞാൻ പോവാന്ന് ചേട്ടോ. എന്നെ എല്ലാവരും കൂടെ വീട്ടിനകത്തേക്ക് അടച്ചു പൂട്ടിയിടാന്ന് വിചാരിക്കണ കേട്ടാ. எனக்கு நிறைய வேலை இருக்கு. நான் உள்ள போறேன். கேசுக்கு கரெக்ட் டைம்ல ஃபுட் கிடைக்கலன்னா அவனுக்கு கோவம் வரும். എനിക്കെന്താ വാങ്ങിച്ചേ? നിനക്ക് മേടിച്ചത് തരാം, ബാ. ഡേയ് വരണില്ലേ? കാലം വയ്യാതെ ഇവിടെ കയറി നിക്കാതെ. എടാ അമ്മായി പറഞ്ഞതും കേറടാ, കാലും കടച്ചാണ്ടി വേദ കേറി പോടാ. അമ്മായിരെ പുറകെ പോ, ചെല്ല്. കഷ്ടം കഷ്ടം കഷ്ടമാണടാ. എന്തൊരു കഷ്ടമൊന്നും. എന്തൊരു കഷ്ടമെന്നാ മകളെ, നീ വാ. എടാ മാവനടാ വിളിക്കണ, വാടാ. നോക്കി നോക്കി നോക്കി. ഡേയ് ശ്രദ്ധിക്കണം കേട്ടാ, ഇത് പഴുക്കാൻ നോക്കണം. സെപ്റ്റിക്കായ പഴുപ്പങ്ങൾ മേളിലോട്ട് കയറും, കാലുവരെ മുറിക്കേണ്ടി വരും. എടാ അല്ലെന്ന്, പല കേസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. കുഴപ്പമില്ലല്ലോ അല്ലേ? തട്ടിയാ നോക്കണേ. നല്ല വേദന ഉണ്ടോടാ? വേദന ഉണ്ട്. ആ പോട്ട് മകളെ. കണ്ട ഇവിടെ ഇത് കണ്ടല്ല, ഇവിടെ ഉണ്ട് ഇതിന്റെ താഴെ ഒരു 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 അടി താഴെ, ഇവിടെ നിന്ന് ഒരു 3 അടി മേളിൽ ഇവിടെ ഒരു ബോർഡ് വെക്കണം. അതിലിങ്ങനെ എഴുതി വെക്കണം പെൺവീടെന്ന്. മനസ്സിലായ? പെൺവീടെന്ന് എഴുതി വെക്കണോന്ന്. ഇത് ഇഷ്ടപ്പെട്ടില്ലേ? എടാ ഇനി അതാണ് നല്ലത്. എടാ കേശു, നീയൊക്കെ തീർന്നടാ. എടാ ഇവിടെ ഇപ്പൊ പെൺവീടണോ നടക്കണം അല്ലെന്ന് പറയാൻ മോനക്ക്. ആ ഒരുത്തം ഉണ്ടായിരുന്ന പോയി ഉശിരുള്ളവൻ. അതുപോലെ ഒരു പുലിക്കുട്ടി ആവുമെന്ന് വിചാരിച്ചാണ് നീ ഇപ്പൊ എലിക്കുട്ടിയാണ്. ഇനി അവനൊക്കെ ഒന്നേ ചെയ്യാവുള്ളൂ. അവ ഇത്ര പറയണ കേട്ടോണ്ട് ഉള്ളത് മാറ്റി തിന്നോണ്ട് 3 നേരം തിന്നാൻ മിണ്ടായിരിക്കുക. ഇല്ലെങ്കിൽ എല്ലാം കൂടെ നിന്നെ തൂത്ത് കൂട്ടിക്കളയും. പറഞ്ഞ മനസ്സിലായ? പോയടാ, ഒതുങ്ങിക്കോ. ഇതോടെ തീർന്ന്, ഒരു പ്രശ്നത്തിനും പോണ്ട. നടക്കണ്. എടാ ഇനിയിപ്പോ എന്തെന്നറിയാ, വേണ്ടേ ആ ആരോ പറഞ്ഞിട്ടല്ല, ആ കൊച്ച് പാറു പറഞ്ഞിട്ട് മരവാഴ. ഞാൻ അതുവഴി പോയപ്പോഴത്തേക്ക് നിന്റെ കൂട്ടുകാരൻ ചോദിക്കണം ആ മരവാഴ എവിടെ ഉണ്ടായിരുന്നു കേശു. യാവന എന്ത് മറ്റവൻ, അവന്റെ പേര് വിൻസെന്റ് തോമസ്. എടാ പോടാ ഇറക്കാ. എടാ ഞാൻ ഒരു കാര്യം പറയാം കേശു, ഇപ്പൊ നീ ഒരു പിടി പിടിച്ചില്ലെങ്കിൽ നിൽക്കൂല. നീ ഇനിയെങ്കിലും ഒന്ന് ആണാവ്. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നിന്നെ പിന്നെ വിളിക്കാൻ പോണ വിളിയെന്ന് അറിയാമോ? പെൺകേച്ചു എന്നായിരിക്കും. അത് വേണ്ട. എടാ പെണ്ണുങ്ങളുടെ വാക്കുകൾ കേട്ട് മര്യാദയ്ക്ക് മാനമായിട്ട് ജീവിക്കുന്ന കേശു അല്ലേ? അത്ര ഉദ്ദേശമുള്ളൂ ഞാൻ അടുത്ത. അല്ല മീശൻ താടിയൊക്കെ ഊതിയാ പോവാൻ നോക്കിയത്. അവൻ വച്ചോണ്ട് നടക്കണം അവന്റെ മീശൻ താടി. എടാ ഇപ്പൊ പിടിച്ചാണ്, ചെല്ലു പോ. എടാ കൊച്ചു വരെ പറഞ്ഞില്ലേ കേറി പോടാന്ന്. അവള് കേറിപ്പോ കേസ് ചേട്ടാന്ന് പറഞ്ഞു. ആ ഇപ്പൊ അങ്ങനെ പറയും, നാളെ പോലെ പറഞ്ഞു തുടങ്ങും കേറി പോടാന്ന്. മാനം കേട്ടോ. പോ മരവാഴ എന്ന് വിളിപ്പിക്കല്ലേ. ആണുങ്ങൾ എന്താന്ന് കാണിച്ചു കൊടുക്കണം. ഈ ഒരു പുരുഷ പ്രകൃതിയാണ് നീ. സൂക്ഷിച്ചോണേ പോട്ടെ. കഷ്ടം കഷ്ടം യേശുവിന്റെ കാര്യം. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.